ഗുരു ഓം നടരാജ ഗുരുവിൻ്റെ ആത്മകഥാകഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ സ്വധർമ്മം കണ്ടെത്തുന്നു എന്ന അധ്യായം ഭാഗം 3 മാതൃക പാഠശാല തുടങ്ങാനുള്ള സംരംഭം എന്ന ഉപാധ്യായം തുടരുന്നു. എൻ്റെ മാതാപിതാക്കൾക്കും ഒരു വശത്ത് ഇതേ സ്വപ്നം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മറുവശത്ത് ഏകദേശം അതേ പ്രാധാന്യത്തോടു കൂടി ഗുരു പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെയും അവർ മാനിച്ചിരുന്നു. മോടിപ്പകിട്ടുള്ള വശത്തിനാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഗുരുവിൻ്റെ പ്രോത്സാഹനത്തോടു കൂടി ആസൂത്രണം ചെയ്ത പദ്ധതികളെല്ലാം വേരിറക്കാതെ പോയി. എങ്കിലും എൻ്റെ ആശയങ്ങളോടും അഭിലാഷങ്ങളോടും യോജിച്ച ഗുരുവിൻ്റെ ആനുകൂല്യത്തോടുകൂടി പുതിയ പള്ളിക്കൂടം കെട്ടാനുള്ള വാനം വെട്ടൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ പദ്ധതി ഞാൻ നയിക്കത്തക്കവണ്ണം ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യിച്ചത്. ഒരു ദിവസം ഗുരു എനിക്കൊരു ചീനക്കുട തന്നു. ഗുരുവിനത് സിലോണിലെ ഏതോ ഒരു ആരാധകൻ സമ്മാനിച്ചതാണ്. എന്നിട്ട് ആ പ്രദേശത്തുകാരനായ ഒരാളെയും കൂട്ടി നെടുങ്കണ്ട പ്രദേശങ്ങളിൽ പോയി ഒരു മാതൃകാ വിദ്യാലയം തുടങ്ങാൻ പോകുന്ന നല്ല വാർത്ത എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വേണ്ട പണം പിരിച്ചെടുത്തു. ഒരു ഉറച്ച കെട്ടിടത്തിൻ്റെ പണിയും ഉടനെ ആരംഭിച്ചു. ഈ പരീക്ഷണത്തിൻ്റെ മുഴുവൻ ചുമതലയും എനിക്കായിരിക്കണമെന്ന ധാരണ പോലും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം മറ്റു തരത്തിലാണ് വീണ്ടും കലാശിച്ചത്. ഈ ആശയങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടി നാട്ടുപ്രമാണിമാർ ഒരു ആലോചനാ യോഗത്തിൽ സമ്മേളിച്ചപ്പോൾ പുതിയ വിദ്യാലയത്തിൻ്റെ സവിശേഷതകളായി കണക്കാക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി തള്ളിക്കളഞ്ഞു. അവയേക്കാൾ കൂടുതൽ പ്രായോഗികവും ഉപയോഗപ്രദവുമായ മറ്റ് ചിലതിൻ്റെ പേരിലാണ് അവർ ഇത് ചെയ്തത്. ഈ പദ്ധതിയുടെ സന്ദേശപ്രധാനമായ വശം പിന്നെ ഒന്നും അവശേഷിച്ചില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സാധാരണ മിഡിൽ സ്കൂളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചുവപ്പ് നാടിയും മറ്റ് കീഴ്നടപ്പുകളുമായിരുന്നു പരിണതഫലം. സ്ഥലത്തെ മാന്യന്മാരെന്ന് പറയുന്നവരെല്ലാം ചേർന്ന് കെട്ടിടപ്പണിയുടെ മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. എന്നാൽ കെട്ടിടപ്പണി തീർന്നിട്ടും വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ കൂടുതൽ പ്രഗത്ഭരായവർക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതിനു പകരം അവർ തന്നെ ആ സ്ഥാനത്ത് തുടരാൻ നിർബന്ധം പിടിച്ചു. അങ്ങനെ പദ്ധതി വളർന്നു വന്നപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ പ്രായോഗികവും പ്രയോജനകരവുമായ ഒന്നിലും കൊള്ളിക്കാൻ നിവൃത്തിയില്ലാത്ത എന്നെ യാതൊരു ആദരവും കാട്ടാതെ പുറന്തള്ളി. എനിക്ക് ഔത്സുക്യം തോന്നത്തക്ക വിധം പിന്നൊന്നും ഈ ഏർപ്പാടിൽ അവശേഷിച്ചില്ല. ഞാനൊരു അധികപ്പറ്റായി തീർന്നു. വാതിലുകൾ ഒന്നൊന്നായി എൻ്റെ മുൻപിൽ കൊട്ടിയടിക്കപ്പെട്ടു. എങ്കിലും ഗുരുവിന് എന്നോടുള്ള പ്രിയത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പരസ്പരം അറിഞ്ഞിരുന്ന ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നും സുദൃഢമായിരുന്നു. ഒരു ഇന്ത്യൻ പബ്ലിക് സ്കൂൾ എന്ന ഉപാധ്യായം. ഇങ്ങനെ പല പരാജയങ്ങളും വീഴ്ചകളും നേരിടേണ്ടി വന്നെങ്കിലും ഗുരുവിൻ്റെ കരുണാപൂർണമായ വാത്സല്യം എന്നെ ധാർമ്മികമായി പരാജിതനാക്കാതെ നിർത്തി. മാതൃകാ വിദ്യാലയത്തിന് വേണ്ടി വളരെ അഭിലാഷപൂർവം നിർമ്മിച്ച് പുതിയ കെട്ടിടത്തിൽ നടത്തി തുടങ്ങിയ ശിവഗിരി ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിലേക്ക് കുറഞ്ഞ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഹെഡ് മാസ്റ്ററെ കിട്ടാനില്ലാതായപ്പോൾ പ്രതിമാസം 45 രൂപ പാരിതോഷികമായി നൽകി എന്നെ ഹെഡ് മാസ്റ്ററായി നിയമിച്ചു. ഈ നിയമനം നടത്തിയത് വളഞ്ഞ വഴിയിൽ കൂടി എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സ്ഥാനം കരസ്ഥമാക്കിയ ബിൽഡിംഗ് കമ്മിറ്റിയുടെ മാനേജറായിരുന്നു. പുതുതായി എന്തെങ്കിലും പരിഷ്കാരം നടപ്പിലാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത സ്ഥലത്തെ കോൺട്രാക്ടർമാരും മറ്റുള്ളവരും ചേർന്നതാണ് കമ്മിറ്റി. അവരുടെ ഇഷ്ടപ്രകാരമേ എന്തും നടക്കൂ. ഗുരുവിനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഞാൻ അവർക്ക് ബലഹീനനെ പോലെ വഴങ്ങിക്കൊടുത്തു. അതുമാത്രമല്ല, എന്നോടല്ലാതെ മറ്റൊരാളോടും ആജ്ഞാപിക്കാൻ അവർക്ക് അധികാരവും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ അവയുടെ വഴിക്ക് പോയി.
നിരുദ്ധമായി പോയ എൻ്റെ വീര്യങ്ങളും സ്വപ്നത്തിലുള്ള അഭിലാഷപൂർണമായ പദ്ധതികളും രൂപം പ്രാപിക്കുന്നതിന് മാർഗമൊന്നും കാണാതെ ഞാനും കൂടുതൽ അസംതൃപ്തനായി. ഇക്കാലത്താണ് അന്നത്തെ ഇന്ത്യയിലെ ഒരു പ്രധാനി, വൈസ്രോയിയുടെ ലോ മെമ്പർ ഓണറബിൾ S.R. ദാസ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ഒരു പബ്ലിക് സ്കൂൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായി അറിഞ്ഞത്. പത്രങ്ങളിൽ കണ്ട അദ്ദേഹത്തിൻ്റെ പദ്ധതി ഒരു ട്രിനിറ്റി കോളേജുകാരനായ എനിക്ക് വളരെ ആകർഷകമായി തോന്നി. സ്കൂളിനായി അദ്ദേഹം ഒരു വലിയ തുക പിരിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹവുമായി സമ്പർക്കത്തിലേർപ്പെട്ടു. എനിക്ക് താൽപ്പര്യമുള്ള വിഷയമായ ഗുരുകുലത്തെ പറ്റിയുണ്ടായിരുന്ന ലഘുലേഖകളും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ നടത്തിയ പരീക്ഷണങ്ങളെപ്പറ്റിയും അറിയിച്ചു. മിസ്റ്റർ ദാസിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ താൽപ്പര്യം തോന്നി. 6-7 വശം വരുന്ന ഒരു മറുപടി കത്ത് അദ്ദേഹം എനിക്കയച്ചു. എൻ്റെ വീക്ഷണങ്ങളോട് എങ്ങനെ അദ്ദേഹം യോജിക്കുന്നുവെന്ന് ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ തുടങ്ങിവെച്ച ഈ ബന്ധം ഞാൻ എന്തുകൊണ്ട് തുടർന്നുകൂടാ? യഥാർത്ഥത്തിൽ എൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. എങ്ങനെയായാലും ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാകാനാണ് പോകുന്നത്. സന്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ സ്വന്തമായ പരീക്ഷണങ്ങൾക്കും പുനഃപരിശോധനയ്ക്കും വിധേയമാക്കി പുതുക്കി വിലയിരുത്തി മാത്രം അംഗീകരിക്കുന്നതിലാണ് ഞാൻ വിശ്വസിച്ചത്. സന്യാസം എനിക്ക് ഒരാരാധനാ വസ്തുവൊന്നുമായിരുന്നില്ല. ആചാരപരമായ വിശദാംശങ്ങളൊന്നും കൂടാതെ തത്വത്തിൽ എനിക്ക് സന്യാസിയായി തുടരാൻ കഴിയും. ഈ ആചാരപരമായ കാര്യങ്ങളൊക്കെ പഴകി തുരുമ്പ് പിടിച്ച് കഴിഞ്ഞില്ലേ? പബ്ലിക് സ്കൂൾ ജീവിതത്തിൽ പ്രയോജനകരമായ എന്തെങ്കിലും കുറേ കാലത്തേക്കെങ്കിലും ചെയ്യാനുണ്ടാവും. ഉപയോഗപ്പെടുത്താതെ ചൈതന്യം നശിച്ചിരിക്കുന്ന എൻ്റെ അന്തരംഗത്തിന് ഒരു നവോന്മേഷം നൽകാനും കഴിയും. എൻ്റെ എല്ലാ വീര്യങ്ങളും വീർപ്പുമുട്ടുകയായിരുന്നു. ഈ പുതിയ സംരംഭത്തിനാവശ്യമായ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മിസ്റ്റർ ദാസ് ഇംഗ്ലണ്ടിൽ പോകുന്നു എന്ന വാർത്തയും പത്രത്തിൽ കണ്ടു. അവിടെയൊന്ന് പോയി അദ്ദേഹത്തെ സന്ദർശിച്ചാലോ? അദ്ദേഹത്തോട് ഈ പദ്ധതിയെപ്പറ്റി വിശദമായി സംസാരിക്കാൻ മാത്രമല്ല, യൂറോപ്പിലെ പബ്ലിക് സ്കൂൾ സമ്പ്രദായത്തെപ്പറ്റി നേരിട്ട് അറിയുവാനും കഴിയുമല്ലോ. ഈ ആശയം എനിക്ക് ആകർഷകമായി തോന്നി. ഗുരുവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ യാതൊരു എതിരഭിപ്രായവും ഉള്ളതിൻ്റെ ലക്ഷണം കണ്ടതുമില്ല. സ്വധർമ്മ നിർവഹണത്തിനുള്ള സാധ്യതയില്ലാതെ അടിപ്പെട്ട എൻ്റെ വ്യാകുലത ഗുരു തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. വിദ്യാഭ്യാസപരമായ പരിശീലനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പോകാൻ ധനസഹായം ചെയ്യുന്നതിനും ഗുരു സന്നദ്ധനായി. ഇക്കാര്യത്തിൽ കടമായി ധനസഹായം ചെയ്യുന്നതിന് മറ്റൊരു സുഹൃത്തിനെ ഞാൻ സമീപിച്ചു. പക്ഷേ അവസാന നിമിഷത്തിൽ അദ്ദേഹം എന്നെ ആശാഭംഗപ്പെടുത്തി എൻ്റെ ആവശ്യങ്ങൾ സൂക്ഷ്മമായി നോക്കി അറിഞ്ഞുകൊണ്ടിരിക്കുകയും തൻ്റെ ലക്ഷ്യത്തിനൊത്ത ഒരു പ്രസ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാതെ പോയ പരാജിതനായൊരു ശിഷ്യനെ രക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരിക്കുകയും ചെയ്ത ഗുരു പിന്നെ കണ്ട ഏറ്റവും നല്ല പോംവഴിയാണ് അയാളെ വിദേശത്ത് അയക്കുന്നതിന് സഹായിക്കുക എന്നുള്ളത്. 1500 രൂപ ഗുരു സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ തയ്യാറാക്കി വെച്ചു. അങ്ങനെ എനിക്കെൻ്റെ യാത്രാ പരിപാടികൾക്കും രൂപം നൽകാമെന്നായി. വ്യക്തിത്വ നിരാകരണം എന്ന ഉപാധ്യായം. ഇതോടൊപ്പം ഗുരുവിൻ്റെ തന്നെ രോഗത്തിൻ്റെ കഥയും കൂടി ചേർത്ത് വെച്ചെങ്കിലേ പറഞ്ഞു വന്ന രംഗം മുഴുവനായി കാണാൻ കഴിയുകയുള്ളൂ. 4 മാസം മുൻപ് ഞാൻ വർക്കലയിൽ വെച്ച് കാണുമ്പോൾ ഗുരു രോഗ ചികിത്സയ്ക്കായി മദ്രാസ്, പാലക്കാട് തുടങ്ങിയ ദിക്കുകളിലെല്ലാം സഞ്ചരിച്ചിട്ട് മടങ്ങിയെത്തിയിരിക്കുകയായിരുന്നു. ദിവസം പ്രതി ഗുരു ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. മൂത്രവസ്ഥയോട് ചേർന്ന ഗ്രന്ഥിക്കുണ്ടായ അതികഠിനമായ വേദന പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചികിത്സാമുറകളിൽ ലഭിക്കാൻ സാധിച്ച ഏറ്റവും പ്രഗത്ഭരായ പിഷഡ്ഗുരന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ച് ഭേദമാക്കി. വർക്കല എത്തിയ ശേഷം 2-3 ദിക്കിൽ ഗുരു മാറി മാറി താമസിച്ചു. ഗസ്റ്റ് ഹൗസിലും ട്രാവലേഴ്സ് ബംഗ്ലാവിലും മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിലും ഒക്കെയായി. എന്നിട്ടും എല്ലാ വിശദാംശങ്ങളിലുമുള്ള ഗുരുവിൻ്റെ ശ്രദ്ധയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. എന്നെ ലോകത്തിലെ എല്ലാവരും അഗണ്യകോടിയിൽ തള്ളി ഇരുന്നെങ്കിലും
ഗുരുവിൻ്റെ പരിഗണനയിൽ ഞാനും ഉണ്ടായിരുന്നു. സ്വന്തം വ്യക്തിത്വത്തെ നിരാകരണം ചെയ്യാനും അത് ചുറ്റുമുള്ളവരിൽ യാതൊരു സ്പർശമേൽപ്പിക്കാതിരിക്കാനും കഴിയുക എന്നത് ബോധപൂർവകമല്ലാതെ എൻ്റെ ജീവിതത്തിൽ അഭ്യാസം ചെയ്തുറപ്പിച്ച ഒരു സിദ്ധിയാണെന്ന് പറയാം. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാൽ ലോകരിൽ നിങ്ങൾക്ക് ഒരു മുദ്രയും പതിപ്പിക്കാതിരിക്കാനും, മറിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായി പോലും പരിഗണിക്കാതെ നിങ്ങളെ നിങ്ങളുടെ പാട്ടിന് വിട്ടേക്കാനും ലോകത്തിന് സാധിക്കും എന്നത് ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. പിന്നെയും അവഗണന എന്ന ഉപാധ്യായം. സർവതന്ത്ര സ്വതന്ത്രമായൊരു ജീവിതസരണി അവലംബിച്ച ഒരാൾക്ക് രണ്ട് തരത്തിൽ ഒന്നിനോടും ഇണങ്ങാത്ത ആളാകാം. ഒന്നുകിൽ അയാൾ ലോകം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉന്നത സ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ താഴത്ത്. എൻ്റെ കാര്യത്തിൽ ഇത് ഏതാണെന്ന് പറയാനാവില്ല. ഞാൻ എന്നൊരാൾ ജീവിച്ചിരിപ്പില്ലാത്തതുപോലെയാണ് പലപ്പോഴും ആളുകൾ പെരുമാറിയിട്ടുള്ളത്. ചിലപ്പോൾ അർഹമായോ അനർഹമായോ എൻ്റെ മേൽ സ്തുതികൾ വർഷിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ച വീട്ടിൽ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലുള്ളവരെല്ലാം ഉല്ലാസഭരിതരായി മധുര പദാർത്ഥങ്ങൾ പങ്കിട്ട് അനുഭവിച്ച് രസിക്കുമ്പോൾ ഞാൻ മുറിക്കകത്തിരുന്ന് പുറത്തെ ബഹളങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. ഇത്തരം പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പ്രിയപ്പെട്ടവരായാലും അന്യരായാലും നമ്മെ വിസ്മരിച്ച് കളയുക എന്നത് മറ്റൊരർത്ഥത്തിലെടുക്കാൻ സാധ്യമല്ലല്ലോ. അടുത്തവരെയും പ്രിയപ്പെട്ടവരെയും കാൾ അന്യർക്കാണ് കൂടുതൽ ഉദാരമായി എന്നോട് പെരുമാറാൻ തോന്നിയിട്ടുള്ളത്. അടുത്തവരോട് ഞാൻ നടത്തിയിട്ടുള്ള അതിർകടന്ന അഭിനിവേശത്തോടു കൂടിയ കുശലാന്വേഷണത്തിന് കിട്ടിയിട്ടുള്ള മറുപടി പലപ്പോഴും ക്രൂരമായ ഒരുതരം തണുപ്പൻ അവഗണനയായിരുന്നുവെന്നത് ഞാൻ ഓർത്തുപോകുന്നു. ഇത്തരം ദുഃഖാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആകമാനം അവിടവിടെ കാണാം. ഇപ്പോൾ പിന്തിരിഞ്ഞു നോക്കുന്ന ഈ അവസരത്തിൽ ഈ ഒരു സന്ദേഹം തോന്നുകയാണ്: എൻ്റെ തന്നെ ചില പ്രത്യേകതകളല്ലേ ഈ മോശത്തരത്തിൻ്റെ എല്ലാം അടിയിലുള്ളത് എന്ന്. അതിനാൽ കാര്യമായി എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഇവിടെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ചിലത് പറയുവാൻ മുതിരുന്നെങ്കിൽ അത് ഈ പരിത്യക്തനായ മനുഷ്യൻ്റെ ഏകാന്ത ജീവിതത്തെപ്പറ്റി വായിക്കുന്നവർക്ക് ഈ ഓർമ്മക്കുറിപ്പുകൾ വിലയുള്ളതായിരിക്കും എന്നതുകൊണ്ട് മാത്രമാണ്. മാനസികമായി എനിക്കിവിടെ അടുപ്പം തോന്നിപ്പോകുന്നത് ഒരു ഏകാന്ത പഥികൻ്റെ മനോരാജ്യങ്ങളെപ്പറ്റി എഴുതിയ ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപത്തെ പാശ്ചാത്യ നാഗരികതയുടെ സൃഷ്ടിയായ ആ പാവപ്പെട്ട മനുഷ്യൻ ജെ റൂസോയോടാണ്. അദ്ദേഹത്തോട് എനിക്കുള്ള ആദരത്തെപ്പറ്റി ഇനി ഒരിക്കൽ വിശദമായി പറയേണ്ടി വരും. എന്നെ വിസ്മൃത കോടിയിൽ തള്ളിക്കളഞ്ഞതിൻ്റെ രസകരമായൊരു ദൃഷ്ടാന്തം ഇതാ. ഗുരു എറണാകുളത്ത് പ്രത്യേകമായി വാടകയ്ക്കെടുത്ത ഒരു ബംഗ്ലാവിൽ രോഗചികിത്സയ്ക്കായി താമസിക്കുകയാണ്. സന്യാസിമാരും ഗൃഹസ്ഥരുമായ ശിഷ്യരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. ഇവരെല്ലാം ഒരു വലിയ സംഘമായി അതേ കെട്ടിടത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനും അവിടെ തന്നെയുണ്ട്. സന്യാസിമാരുടെ നേതാവ് ബോധാനന്ദ സ്വാമിയാണ്. ശ്രീ ടി.കെ. മാധവനാണ് ഗൃഹസ്ഥ അനുയായികളുടെ നേതാവ്. രോഗബാധിതനായി കിടപ്പിലാണെങ്കിലും ഗുരു തന്നെയാണ് അവിടുത്തെ തിരക്കുകളുടെ എല്ലാം കേന്ദ്രം. 20ഓളം ഗൃഹസ്ഥ ശിഷ്യന്മാരും അത്രയും തന്നെ സന്യാസി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം താമസയോഗ്യമായ ഒരു വഞ്ചിയിൽ കായൽ വഴി കൊല്ലത്തേക്ക് എല്ലാവരെയും കൂട്ടി പുറപ്പെടാനുള്ള ഒരുക്കമായി. ഗൃഹസ്ഥ ശിഷ്യന്മാരുടെയും സന്യാസി ശിഷ്യന്മാരുടെയും ഒരു പട്ടിക എഴുതിയുണ്ടാക്കി. അവർ മാത്രമേ വഞ്ചിയിൽ കയറേണ്ടൂ എന്ന് വിജ്ഞാപനം ചെയ്തു. ദൈവദൂതൻ കാട്ടിക്കൊടുത്ത എഴുത്ത് അബൂബൻ ആഡം വായിക്കുന്നത് പോലെ ഞാൻ വീണ്ടും വീണ്ടും ഈ ലിസ്റ്റ് പരിശോധിച്ചു. എൻ്റെ പേർ അതിലുണ്ടായിരുന്നില്ല. കടവാതിലിനെ പോലെ പക്ഷിയും മൃഗവുമല്ലാത്ത ഞാൻ വിസ്മരിക്കപ്പെട്ടു. രോഗബാധിതനായ ഗുരുവിനോടൊത്ത് ഇതേ യാത്രയിൽ പാലക്കാട്ട് നിന്ന് തിരിക്കുമ്പോഴും ഞാൻ ഇത്തരമൊരു അവഗണനയ്ക്ക് പാത്രമായി. ഗുരുവിൻ്റെ തന്നെ പണം കൊണ്ട് ശിഷ്യന്മാർ, അനുയായികൾ, പരിചാരകർ വരെയുള്ള 50ഓളം പേർക്ക്
ഒന്നും രണ്ടും ക്ലാസ്സുകളിലായി തീവണ്ടി ടിക്കറ്റുകൾ വാങ്ങി. അതിലും ഞാൻ ഉൾപ്പെട്ടിരുന്നില്ല. 2 മാന്യഗൃഹങ്ങളിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഞാൻ പോയിരുന്നു. അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടോ മറന്നുപോയിട്ടോ അതോ പകുതി അറിഞ്ഞുകൊണ്ട് മറന്നിട്ടോ ഞാൻ സന്ദർശക മുറിയിൽ തന്നെ കാത്തിരിക്കേണ്ടി വന്നു. അതേസമയം ഉള്ളിൽ സദ്യയുടെ കോലാഹലം നടക്കുകയാണ്. ഒടുക്കം എന്നോട് മാപ്പിരുന്നു, അതും ആത്മാർത്ഥതയില്ലാത്തതെന്ന് സ്പഷ്ടമാകത്തക്കവണ്ണം. അതാണ് എനിക്ക് തീരെ സഹിക്കാൻ കഴിയാതെ വന്നത്. മറ്റൊരിക്കൽ ഒരു നാട്ടിൻപുറത്തെ പ്രമാണിയുടെ വീട്ടിൽ ഒരു ദിവസം ഞാൻ അതിഥിയായിരുന്നു. അതിഥി സൽക്കാരത്തിൽ, വിശേഷിച്ചും സാധുപൂജയിൽ അദ്ദേഹം പ്രഖ്യാതി നേടിയ ആളായിരുന്നു. എങ്കിലും ഈ വിശേഷഗുണം എന്നെ മറന്നുകളയുന്ന കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിച്ചില്ല. 24 മണിക്കൂർ നേരം ആ വീട്ടിൻ്റെ കൊച്ചുമുറിയിൽ വിസ്മൃതനായി, നിരാഹാരനായി ഞാൻ കഴിഞ്ഞുകൂടി. ഇക്കാര്യം ഒടുക്കം ഓർമ്മയിലെത്തിയ ഗൃഹനാഥൻ കുടുംബത്തിലുള്ള സകലമാന പേരുമൊത്തു വന്ന് ഒരു വൈരനിര്യാതന ബുദ്ധിയോടെ എന്നെ ഉപചരിക്കയായി. ഒടുവിൽ അപമാനബോധത്തോടും തെല്ലൊരു ക്രോധത്തോടും കൂടി മൂപ്പരെന്നോട് പറയുകയാണ്, തൻ്റെ തറവാട്ടുകാർ അത്ര മോശക്കാരാണെന്നൊന്നും കരുതിക്കളയരുതെന്ന്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരിക്കൽ എന്നെ ഗ്രാമ പുനരുദ്ധാരണ കാര്യത്തിൽ ഉപദേഷ്ടാവായി ക്ഷണിച്ചു. ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ് എന്നെ കരുതിയിരുന്നത്. മന്ത്രിമാർ പോലും എൻ്റെ കാര്യം അന്വേഷിക്കാൻ നിന്നു. ഒടുക്കം ഞാൻ എൻ്റെ കൃത്യമെല്ലാം ഭംഗിയായി നിർവഹിച്ച് മടങ്ങുമ്പോൾ എനിക്ക് വണ്ടിക്കൂലിയെങ്കിലും തരുന്ന കാര്യം അവർ വിട്ടുപോയി. ഇതേ തരത്തിലുള്ള മറ്റൊരു ജോലിക്ക് വന്ന പ്രഗത്ഭനെന്ന് കരുതിപ്പോന്നൊരാൾക്ക് 2-3 മാസക്കാലം മുൻപാണ് 40,000 ഉറുപ്പിക പ്രതിഫലം നൽകിയത്. ഇനിയും ഇത്തരം ചില അവഗണനകളുടെ കാര്യം കൂടി പറയാതെ വിടാൻ പാടില്ലാത്തതുണ്ട്. ഉറ്റ രക്തബന്ധമുള്ള ഒരാൾ ഒരിക്കൽ എനിക്കുള്ള ഒരു ചെക്ക് മാറിത്തരാൻ വിസമ്മതിച്ചു. അതിൻ്റെ കമ്മീഷനായ 4 അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നത് മാത്രമാണ് കാരണം. മറ്റൊരു സന്ദർഭത്തിൽ സൗഹാർദ്ദതയുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, ഇപ്രാവശ്യം അതൊരു സ്ത്രീയാണ്, എനിക്ക് പ്രിയം തോന്നിയ സൂപ്പിന് ചേർക്കാനുള്ള ഒരു പ്രത്യേകതരം ഉപ്പ് 1 ടീസ്പൂൺ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാതെ ഒഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ എനിക്ക് ഏറ്റവും ഉറ്റതും സ്നേഹമുള്ളതുമായ സ്വന്തക്കാർ എൻ്റെ പേരിലുള്ള ഒരു ഭൂമി ഞാൻ കൈവശമെടുത്തതിനെതിരെ ക്രിമിനൽ കേസ് കൊടുത്തതും കൂടി നിങ്ങൾ ചേർത്തെണ്ണുമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റ് യാതൊരു ദുരുദ്ദേശവുമില്ലാതെ തന്നെ മനുഷ്യർക്ക് തമ്മിലുണ്ടാകാവുന്ന ധാരണയുടെ പരിധി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാകും. ആരും അതിൽപ്പെട്ട് വലഞ്ഞു പോവുക തന്നെ ചെയ്യും. ഒന്നേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനാകൂ, ഈ ലോകത്ത് ഏത് തരത്തിലുള്ള അപരതന്ത്രതയ്ക്കും എതിരായി വ്യാപരിക്കുന്ന സൂക്ഷ്മരൂപത്തിലുള്ള ഒരു അസൂയയുണ്ട്. ശ്രീകൃഷ്ണനോട് അർജുനനെ ഇല്ലാത്തതായി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന തരത്തിലുള്ളതാണത്. അപരതന്ത്രതയും പരതന്ത്രതയും ഒരിക്കലും ഒത്തുവാഴുകയില്ലെന്ന പാഠം പൂർണ്ണമായി ബോധ്യമാകാൻ അന്യരുടെ വീടുകളിൽ നിന്ന് മാത്രമല്ല, അടുത്ത സ്വന്തക്കാരുടെ വീടുകളിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുക എന്ന അപൂർവ ബഹുമതിയും കൂടി എനിക്ക് ലഭിക്കേണ്ടി വന്നു. വേട്ടയാടുന്ന സമയത്ത് അറിയാതെ ഒരു മുനികുമാരനെ മൃഗമെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലേണ്ടി വന്ന ദശരഥ മഹാരാജാവിന് ഒരു ശാപം അനുഭവിക്കേണ്ടി വന്ന കഥയിലെ പോലെ എൻ്റെ അന്തഃകരണത്തിലും ഒരു അപരാധബോധമുണ്ട്. 10 ദിവസത്തെ അവധിക്കാലത്ത് തീറ്റ കൊടുക്കാതെ ഒരു പ്രാവിനെ സുവോളജി ലബോറട്ടറിയിൽ മറവി കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു തെറ്റാണത്. അന്ധവിശ്വാസങ്ങളുടെ എല്ലാം മറുവശത്ത് ആവശ്യത്തിലധികം പോയി നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന തെറ്റ് ചെയ്യാനുള്ള പ്രവണതയാണ് എനിക്കുള്ളതെങ്കിലും ചിത്തും ജഡവും സന്ധിക്കുന്ന അഭൗമമോ ആമുഷ്മികമോ ആയ ലോകത്തിൽ ഈ സമാനതയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകാനാണ് ഇടയുള്ളത്. ഇനി എൻ്റെ യൂറോപ്പ് യാത്രയെപ്പറ്റി വിവരിക്കുകയാണെങ്കിൽ, ഇപ്പറഞ്ഞു വന്ന എല്ലാറ്റിൽ നിന്നും മുക്തനായി സ്വന്തമായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളുമുള്ള പ്രവൃത്തി നിരതമായ ഒരു ലോകത്ത് ഞാൻ എങ്ങനെയാണ് കടന്നതെന്ന് വെളിവാകും.
സ്വധർമ്മം കണ്ടെത്തുന്നു എന്ന അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.